ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ജോബ്സ് യൂണിവേഴ്സ്. അപ്പോൾ അറിയാം, കുറേ നാളായി നമ്മൾ കണ്ടിട്ട്. ഞാനിങ്ങനെ കുറേ നാൾ കാണാതിരിക്കും, എന്നിട്ട് ഇടയ്ക്ക് പെട്ടെന്നൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരുന്ന ഒരു കൂട്ടത്തിലാണ്. ഒന്നാമത് നല്ല കണ്ടന്റ് വേണ്ടേ, കണ്ടന്റ് ക്ഷാമം ഭയങ്കര കൂടുതലാണ്. ആൻഡ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ പോലെ ഒരു ത്വര വരുന്നില്ല. ത്വര വരുമ്പോഴാണല്ലോ നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു ചെറിയ കുറവും കൂടിയുണ്ട്. ആൻഡ് സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യുക, പിന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഇത് എല്ലാവരും പറയുന്നതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോസിൽ അങ്ങനെ എടുത്ത് പറയണ്ട, നിങ്ങൾ ചെയ്യുമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചത്. പക്ഷെ എനിക്ക് തെറ്റി. ഞാൻ പറയാത്തതുകൊണ്ട് തന്നെ നിങ്ങളത് ചെയ്യുന്നില്ല. സോ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തംബ്നെയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു മുടിഞ്ഞ കഥയാണ്. മുടിഞ്ഞ കഥ ഇൻ ദ സെൻസ് എൻ്റെ ഹെയറിനെ കുറിച്ചുള്ള സ്റ്റോറിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിൻ്റെ അവസാനം വരെ കാണാൻ എല്ലാവരും ശ്രമിക്കുക. കാരണം ഇതിൻ്റെ അവസാനം ഞാൻ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുകൂടി ഞാൻ പറയുന്നുണ്ട്. സോ അവസാനം വരെ എല്ലാവരും കാണാൻ ശ്രമിക്കുക. അപ്പം എൻ്റെ മുടിയിൽ നിന്ന് തന്നെ തുടങ്ങാം. എൻ്റെ മുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് പണ്ട് നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ സ്കൂളിൽ പോകുമ്പോൾ രണ്ട് സൈഡും പിന്നിയൊക്കെ ഇട്ട് മര്യാദയ്ക്ക് നന്നായിട്ട് വളർന്നുകൊണ്ടിരുന്ന ഒരു നാച്ചുറൽ ഹെയറാണ്, ഒരു വേവി ഹെയർ ആയിരുന്നു എൻ്റെ മുടി. അപ്പോൾ കോളേജിലൊക്കെ പഠിക്കുന്ന ടൈം വരെ അത്യാവശ്യം നല്ല കട്ടിക്ക് നന്നായിട്ട് വളർന്നുകൊണ്ടിരുന്ന മുടിയാണ്. അതിന് നമുക്ക് കോളേജിൽ എത്തുമ്പോഴാണല്ലോ ഹെയറിൽ ഓരോന്നൊക്കെ ചെയ്യാനും എന്താ പറയുക, പുതിയ പുതിയ ട്രെൻഡ്സ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കാനും ഒരാഗ്രഹം വരുന്നത്. സോ ആ ടൈമിൽ ഞാൻ കോളേജിൽ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. പപ്പയുടെ മമ്മിയുടെ ഒക്കെ കാല് പിടിച്ച് ഹെയർ കട്ട് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. ഹെയർ കട്ട് ചെയ്തു. ഹെയർ കട്ട് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഹെയർ കട്ടായിരുന്നില്ല, ലെയർ കട്ട് ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത്. ഓക്കെ, അത് കുഴപ്പമില്ല. ലെയർ കട്ട് ചെയ്തു, വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. മുടി പിന്നെയും മര്യാദയ്ക്ക് വളരാൻ തുടങ്ങി, വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്ക് ചെറുതായിട്ട് മുടി കൊഴിയുമായിരുന്നു എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ലാണ്ട് പോയി. അത് കഴിഞ്ഞാണ് ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങുന്നത്. ആ ടൈമിലും ഹെയർ കൊഴിയുന്നുണ്ട് എന്നുള്ളതല്ലാണ്ട് വലുതായിട്ട് മുടി ഡാമേജ് ആവോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. കാരണം ഞാൻ യൂസ് ചെയ്യുന്നത് സാധാ കോക്കനട്ട് ഓയിലായിരുന്നു. കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യും, തല മസാജ് ചെയ്യും, പിന്നെ ഷാമ്പു വാഷ് ചെയ്യും. നോർമലി വേറെ ഒരു ട്രീറ്റ്മെൻറ്റോ ഒരു കാര്യങ്ങളോ ചെയ്യുന്നില്ല. അങ്ങനെ മുടി നമ്മുടെ സാധാരണക്കാരുടെ ഹെയർ പോലെ പൊയ്ക്കൊണ്ടിരുന്നു. ഞാൻ എൻ്റെ കയ്യിലുള്ള ഫോട്ടോസ് ഞാനിവിടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. എത്രത്തോളം പഴയ ഫോട്ടോസ് എനിക്ക് കിട്ടുമെന്ന് അറിയത്തില്ല. എന്നിരുന്നാൽ കൂടി കിട്ടുന്ന ഫോട്ടോസ് ഞാൻ ഇതിൻ്റെ എവിടെയെങ്കിലും ഇടുന്നതായിരിക്കും. അങ്ങനെ മര്യാദയ്ക്ക് ഹെയർ പൊയ്ക്കൊണ്ടിരുന്ന സമയത്താണ് എല്ലാവരും മുടി സ്മൂത്തൻ ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ ബ്ലോ ഡ്രൈ ചെയ്യുക ഒക്കെ ചെയ്ത് തുടങ്ങിയത്. നമ്മൾ എങ്ങോട്ട് നോക്കിയാലും മുടി സ്മൂത്തൻ ചെയ്ത ആൾക്കാർ, ബ്ലോ ഡ്രൈ ചെയ്ത ആൾക്കാർ, കാണാൻ തന്നെ എന്ത് ഭംഗിയാണ് ഹെയർ കിടക്കുന്നത് കാണാൻ. പിന്നെ മൈൻഡ് മൊത്തം മുടി അങ്ങനെ ചെയ്യണം എന്നുള്ള ഒറ്റ ചിന്തയാണ്. എങ്ങോട്ട് നോക്കിയാലും ആൾക്കാരത് ചെയ്യുന്നത്. ഞാൻ പല രീതിയിൽ പലരിടത്തും ചോദിക്കാൻ തുടങ്ങി, കെരാറ്റിൻ ചെയ്യുന്നതാണോ, ബ്ലോ ഡ്രൈ ചെയ്യുന്നതാണോ, സ്മൂത്തൻ ചെയ്യുന്നതാണോ നല്ലതെന്ന് എല്ലാവരോടും ചോദിക്കുന്നുണ്ട്. ഓരോരുത്തരും ഓരോ അഭിപ്രായം പറയുന്നു. അങ്ങനെ കല്യാണമാവാറായ സമയത്ത് ഞാൻ എന്തായാലും കുറച്ച് ലുക്കിൽ ഇരിക്കണമല്ലോ എന്ന് ഓർത്തിട്ട് നേരെ പോയി ബ്ലോ ഡ്രൈ ചെയ്തു. ടു ബി ഫ്രാങ്ക്, എനിക്ക് ചെയ്തു തന്നതിൻ്റെ പ്രശ്നമാണെന്നല്ല ഞാൻ പറയാൻ പോകുന്നത്. പക്ഷേ ഇനി ആരെങ്കിലും ബ്ലോ ഡ്രൈ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ മുടിയിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിത് കാണുക. ആദ്യത്തെ നമുക്ക് ആ ഉള്ളൊരു ക്യൂരിയോസിറ്റി മൂത്ത് നമ്മളത് ചെയ്യും. പക്ഷേ മുടിയുടെ കാര്യത്തിൽ ഒരു ഗ്യാരണ്ടിയും പിന്നെ വിചാരിക്കരുത്. കാരണം സ്വാഹയാണ് ലാസ്റ്റ്. ഓക്കെ, ഞാൻ പറഞ്ഞതിലേക്ക് തിരിച്ചു തരാം. മുടി ഞാൻ ബ്ലോ ഡ്രൈ ചെയ്ത് കഴിഞ്ഞൊരു 6 months വരെ വാവ് എന്ത് ഭംഗിയാണെന്ന് പറയുമോ, ഭയങ്കര രസം. ഞാൻ മുടി അഴിച്ചിട്ടിട്ട് ഇങ്ങനെ ആട്ടുന്നു, എവിടെ പോയാലും ഇങ്ങനെയൊക്കെ മുടി ഇട്ടിട്ട് പോകണു. മുടി പിന്നെ ഞാൻ കെട്ടി വെക്കത്തേ ഇല്ല. കാരണം അഴിച്ചിടാൻ കിട്ടിയൊരു ചൂടധികം നമുക്ക് ഫീൽ ചെയ്യത്തില്ല. മുടി കാണാൻ നല്ല ഭംഗിക്ക് കിടക്കും. അങ്ങനെ ഞാൻ മുടി ബ്ലോ ഡ്രൈ ചെയ്തതും കൊണ്ട് ഞാനൊരു 6 months വരെ എനിക്ക് ഓക്കെയാണ്. മുടി നന്നായിട്ട് കിടക്കുന്നുണ്ട്, മുടി കൊഴിച്ചിലില്ല, ഒന്നും തന്നെ ഇല്ല. പിന്നെ എൻ്റെ ഭാഗത്ത് നിന്ന് വന്ന വേറൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ
ഇപ്പോൾ ഒരു ബ്ലോ ഡ്രൈ ചെയ്യുക അല്ലെങ്കിൽ ഒരു ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് അവർ പറയുന്ന കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട്, അത് തന്നെ യൂസ് ചെയ്ത് അങ്ങനെയും മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ അത് നന്നായിട്ടിരിക്കുകയുള്ളൂ. ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിരുന്നില്ല, അതാണ് എൻ്റെ ഭാഗത്തു നിന്ന് വന്ന തെറ്റ്. ഓക്കെ, ഒരു 6 months കഴിഞ്ഞപ്പോൾ മുടി കൊഴിച്ചിൽ തുടങ്ങി. അപ്പോൾ മുടി സാധാരണ കൊഴിയുന്ന പോലെ ആയിരിക്കും എന്നോർത്ത് വിട്ടു. പക്ഷേ ഇപ്പോഴും ഞാൻ എടുത്തു പറയുന്നു, എനിക്ക് എൻ്റെ ഹെയർ ബ്ലോ ഡ്രൈ ചെയ്തത് അടിപൊളിയായിട്ടാണ് ചെയ്തത് തന്നെ. ഞാനത് കെയർ ചെയ്യാത്തതുകൊണ്ടാണ് ഞാനത് നശിപ്പിച്ച് കളഞ്ഞെന്ന് പറയുന്ന പോലെ 6 months കഴിഞ്ഞപ്പോൾ കൊഴിച്ചിൽ തുടങ്ങി. അത് കഴിഞ്ഞ് ഒരു 1 year വരെയാണ് മാക്സിമം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇരിക്കുക. അത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഇടയിലുള്ളൊരു ലൂപ്പ് എനിക്ക് വ്യക്തമായി കിട്ടിയത്. കാരണം വൺസ് നിങ്ങൾ ഹെയറിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് വളരുന്ന സമയം തൊട്ട് വീണ്ടും നമ്മളത് ചെയ്തേ പറ്റുള്ളൂ എന്ന നിലയിലോട്ട് എത്തും. കാരണം ഇവിടെ ഇത്ര ചുരുണ്ട് കിടക്കും, ഇവിടെ ഇത്ര നീണ്ടു കിടക്കും, പിന്നെ മുടി അഴിച്ചിടാൻ പറ്റത്തില്ല, കെട്ടി വെച്ചാൽ ഇവിടുന്ന് ഇത്ര കേളി ഹെയർ, ഇവിടുന്ന് ഇങ്ങോട്ട് വാല്, അങ്ങനെ തന്നെ കിടക്കും. വീണ്ടും നമുക്ക് പോയി ചെയ്തേ പറ്റുള്ളൂ. അപ്പം നമ്മൾ അത്രയും എമൗണ്ട് കൊടുത്ത് വീണ്ടും താഴ്ന്ന് വളർന്നു വരുന്ന നമ്മുടെ ഇവിടുന്ന് വളർന്നു വരുന്ന ഹെയർ വീണ്ടും പോയി നമ്മൾ ബ്ലോ ഡ്രൈ ചെയ്യും. അങ്ങനെ ഒരു 2 തവണ ഒക്കെ ആയ സമയത്ത് ഞാൻ തീരുമാനിക്കുവാണ്, എൻ്റെ മുടി ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല. കാരണം ഉള്ളൊക്കെ പോയി, ഉള്ളെല്ലാം പോയിട്ട് കോല് പോലെയായി. അപ്പം മുടി വെട്ടാന്ന് ഞാൻ തീരുമാനിച്ചു. മുടി വീണ്ടും വെട്ടി. സൈഡിൽ കൂടി കാക്കയുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടാവും, നിങ്ങൾ ദയവ് ചെയ്ത് ക്ഷമിക്കണം. പറഞ്ഞു വന്നത്, എൻ്റെ മുടി വെട്ടി. എനിക്ക് പൊതുവേ ഷോർട്ട് ഹെയർ ഇഷ്ടമായതുകൊണ്ട് എനിക്ക് ആ മുടി വെട്ടി കഴിഞ്ഞപ്പം പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. കാരണം ഞാൻ ആഗ്രഹിച്ച പോലെ ചെറുതായിട്ടൊന്ന് ബെൻഡായി കിടന്നിട്ട് ഇവിടെ വരെ കിടക്കുന്നു, നല്ല ഭംഗിക്ക് കിടക്കുന്നു. അപ്പം ഞാൻ ഓക്കെ, ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാമെന്ന് കരുതിയപ്പോൾ വീണ്ടും മുടി വളർന്നു. ഈ വളർന്നു വന്ന മുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ ഹെയർ എന്ന് പറഞ്ഞാൽ ഒരു വേവി ടൈപ്പ് ഹെയർ ആയിരുന്നെന്ന്. ഇപ്പോൾ വളർന്നു വരുന്ന മുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം കേൾസ് ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഞാൻ പോയി ബ്ലോ ഡ്രൈ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എൻ്റെ ഹെയറിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ലൂപ്പ് വീണ്ടും തുടരും. ഞാൻ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കിയ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ നാച്ചുറൽ ഹെയർ താഴോട്ട് വളരട്ടെ, അതുവരെ ഞാൻ മുടിയിലൊന്നും ചെയ്യുന്നില്ല. ഞാൻ എങ്ങനെയൊക്കെ ആണെങ്കിലും ഞാനത് അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ട് ഒരു ടാസ്ക് ഞാൻ ഏറ്റെടുത്തു ഗൈസ്. അങ്ങനെ ഞാൻ തീരുമാനം എടുത്ത് ആ മുടി ഇപ്പം എങ്ങനെയാണോ അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കുകയാണ്. ആൻഡ് ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ ഇപ്പോഴത്തെ മുടി ഞാൻ കാണിച്ചു തരാം. ഞാൻ കെട്ടി വെച്ചേക്കുമായിരുന്നല്ലോ. ഇവിടെ വരെ കേൾസ് ആൻഡ് ഇങ്ങോട്ട് വരുമ്പോൾ ചൂല്. ഇതുകൊണ്ട് ഒരു ഹെയർ സ്റ്റൈൽ ഇതിങ്ങനെ ഇടുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് പോണിറ്റെയിൽ കെട്ടാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ ചുരുണ്ടിരിക്കുന്നുണ്ട്, ഇവിടെ വരെ കെട്ടാം. ബാക്കി ഇവിടുന്ന് ഇങ്ങനെ ഒരു ബെൻഡ് ഉണ്ടാവും. ഇങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ കറണ്ട് സ്റ്റേജിലെ മുടി ഇരിക്കുന്നത്. കണ്ടോ, ഇവിടുന്ന് അത് കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്യണമെന്ന് എനിക്കുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒന്ന് വളർന്നിട്ട് എൻ്റെ നാച്ചുറൽ ഹെയറിലോട്ട് ആക്കാമെന്നാണ് ഇപ്പോഴത്തെ വരെ എൻ്റെ തീരുമാനം. ചിലപ്പോൾ ഇത് മാറിയേക്കാം, ചിലപ്പോൾ ഞാൻ ആ ലൂപ്പിലേക്ക് തിരിച്ച് പോയെന്നും വരാം. കാരണം അത്ര ദയനീയ അവസ്ഥയിലോട്ടാണ് എത്തിയിരിക്കുന്നത് ഹെയറിൻ്റെ കാര്യം. പിന്നെ ഇത്രയും ഈ ഹെയറിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യമുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ലാസ്റ്റ് വരെ കാണാൻ ഞാൻ പറഞ്ഞ ഒരു കാര്യം. ഗൈസ്, നിങ്ങൾക്ക് ഹെയർ സ്ട്രെയിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് ചെയ്യാൻ കുറേ എക്യുപ്മെൻറ്റ്സ് ഇപ്പോൾ ഉണ്ട്, അവൈലബിൾ ആണ്. അതെന്തെങ്കിലും വാങ്ങി നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ചെയ്യണം അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ഹെയർ ആണ് താല്പര്യമെങ്കിൽ അതെന്തെങ്കിലും വാങ്ങി നിങ്ങൾ യൂസ് ആക്കുക. അല്ലാണ്ട് പെർമനൻ്റ് ആയിട്ട് പോയി ട്രീറ്റ്മെൻ്റ് ഒക്കെ ഹെയറിനെ പിന്നെയും സൂക്ഷിക്കാൻ പറ്റാത്തവരാരും ചെയ്യരുത് എന്നേ ഞാൻ പറയുള്ളൂ. ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾ എടുക്കാൻ പോണ ഏറ്റവും ഒരു ബ്ലണ്ടർ ആയിട്ടുള്ളൊരു ഡിസിഷൻ ആയിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന അതേ പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് ഹെയറിനെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്നവർ മാത്രം ആ കാര്യങ്ങളോട്ട് എടുക്കുക. സാധാരണക്കാരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സ്ട്രെയിറ്റ്നേഴ്സോ കാര്യങ്ങളോ ഒക്കെ വാങ്ങി യൂസ് ചെയ്യുന്നതായിരിക്കുള്ളൂ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബെറ്റർ. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെയും നിങ്ങൾ ഈ ലൂപ്പിൽ പെടും, നിങ്ങൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. സോ ഗൈസ്, വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ പറയട്ടെ, ഞാനിപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതായത് എൻ്റെ ഹെയറിൻ്റെ പഴയ ടെക്സ്ചറിലോട്ട് എത്തിക്കുക. അത് വളർന്ന് വരണമല്ലോ. അപ്പോൾ
ഈ കെമിക്കൽസും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പുറമേ കാണുന്ന കുറേ സാധനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. എന്നെ ഈ സാധനങ്ങൾ തേച്ച് കഴിഞ്ഞാൽ മുടി വളരും എന്നൊക്കെ കണ്ടിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ വാങ്ങി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒന്നും പേര് ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നില്ല. സോ അതെല്ലാം എനിക്ക് ലാസ്റ്റ് നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞ് നിർത്തി കഴിയുമ്പോൾ വീണ്ടും മുടി കൊഴിയും. സോ ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ പഴയ, അതായത് നമ്മുടെ നാടൻ രീതിയിലുള്ള ഹെയർ കെയർ കുറേ കാര്യങ്ങൾ ചെയ്യാമെന്നാണ്. ഞാനപ്പോൾ അതൊരു സീരീസ് ആയിട്ട് ഒരു കുറച്ച് വീഡിയോസ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം എൻ്റെ ഈ യൂട്യൂബ് ചാനലിലെ ഷോർട്സിൽ ഞാനത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ വൺസ്, അതായത് ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആണ് ഞാൻ തല കഴുകുന്നത് എന്ന് ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഞാനൊരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്, കെമിക്കൽസ് അല്ലാണ്ട്. അപ്പം അത് ഞാൻ എൻ്റെ ഈ ചാനലിൽ ഷോർട്സ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും നാടൻ രീതിയിലുള്ളത് ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് നോക്കുക. ആൻഡ് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് എനിക്കത് കമൻറ്റിൽ ഷെയർ ചെയ്ത് തരാം, ഞാനത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഹെയർ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ആർക്കെങ്കിലും മൈൻഡിൽ ഈ ഒരു കാര്യം ഇട്ടിട്ടാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയണമെന്ന് വിചാരിച്ചത്. എന്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഇനി ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ കാണാം. സോ ഇത് യൂസ്ഫുൾ ആയി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. സ്റ്റേ ട്യൂൺഡ്, അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.